प्लास्टिक सर्जरी को देखें, मुझे लगता है कि दुनिया में सबसे पहली प्लास्टिक सर्जरी शरीर मनुष्य का और माथा हाथी का गणेश जी का निर्माण। എന്ത് പറ്റി നാം തിരിച്ചു പോവുകയാണോ? ഭാരതം അന്ധകാര യുഗത്തിലേക്ക് തിരിപോകുകയാണോ? ഇന്ത്യക്കാരനാണ് പുഷ്പക വിമാനം കണ്ടുപിടിച്ചത്. അപ്പൊ കഴിഞ്ഞ 60 രാജ്യങ്ങളിൽ പോയല്ലോ 4 വർഷമായിട്ട്. പുഷ്പക വിമാനത്തിലല്ല പോയത്. ക്രിസ്തു വിശ്വാസികളായിരുന്ന റൈറ്റ് ബ്രദേഴ്സ് കണ്ടുപിടിച്ച വിമാനത്തിൽ 60 രാജ്യങ്ങൾ സഞ്ചരിച്ചതിന് ശേഷം ഇന്ത്യക്കാരോട് പറയുകയാണ് നമ്മൾ ആ വിമാനം കണ്ടുപിടിച്ചത്. ഈ കള്ളത്തിലെല്ലാം നമ്മൾ വിശ്വസിക്കണം. പിന്നെ പ്ലാസ്റ്റിക് സർജറി, ഗണപതിയുടെ മൂക്ക്. ഒരു പ്രൈം മിനിസ്റ്റർ ഓഫ് എ നേഷനാണ് ഇതൊക്കെ പറയുന്നത്. ശാസ്ത്ര സെമിനാറിലാണ് ഇതൊക്കെ വിളമ്പുന്നത്. अब हम प्लास्टिक सर्जरी को देखें, मुझे लगता है कि दुनिया में सबसे पहली प्लास्टिक सर्जरी शरीर मनुष्य का और माथा हाथी का गणेश जी का निर्माण। എന്ത് പറ്റി നാം തിരിച്ചു പോവുകയാണോ? ഭാരതം അന്ധകാര യുഗത്തിലേക്ക് തിരിപോകുകയാണോ? മനുവാദിയിലേക്ക് തിരികെ പോവുകയാണോ? പശുവിനാണോ സ്വാതന്ത്ര്യം ഇവിടെ ഉള്ളത്? മനുഷ്യനാണോ സ്വാതന്ത്ര്യമുള്ളത്? പശുവിനെ തിന്നാൽ, പശുവിനെ വ്യാപാരം ചെയ്താൽ, മനുഷ്യനെ കൊല്ലുന്ന ഈ അനാവശ്യത്തിനുമേൽ എതിരായിട്ട് നാം സടകുടഞ്ഞ് എഴുന്നേറ്റേ മതിയാവൂ. പശുവും പാമ്പും പട്ടിയുമല്ല, മനുഷ്യനാണ് മൂല്യം. ഭാരതത്തിന് എന്ത് പറ്റി? തിരിച്ച് അന്ധകാരത്തിലേക്ക് പോവുകയോ? അന്ധകാരത്തെ മാറ്റിയത്, വെള്ളി വെളിച്ചമായിട്ട് മാറ്റിയത് ക്രൈസ്തവ മിഷന്മാരാണ്. ഒരു പുസ്തകമാണ്. ഇവിടെ റിനൈസൻസിന്റെ കാര്യം പറഞ്ഞ നവോത്ഥാനം, ബൈബിൾ എന്ന് പറയുന്ന പുസ്തകമാണ് നവോത്ഥാനത്തിനും നവീകരണത്തിനും മുഖാന്തരമായിട്ടുള്ളത്. ലോക ചരിത്രം നോക്കിയാൽ ഡോക്ടർ വിശാൽ മംഗൽവാടി, ഞങ്ങൾ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്, പ്രശസ്ത ചിന്തകനായ ഡോക്ടർ വിശാൽ മംഗൽവാടിയുടെ പുസ്തകം പറയുന്നത് ദ ബുക്ക് ദാറ്റ് മെയ്ഡ് ദ വേൾഡ്. നിങ്ങൾ വായിക്കണം. ഇന്ത്യ ദ ഗ്രാൻഡസ്റ്റ് 20 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്.